ഹായ് അമ്മൂസേ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. എല്ലാവർക്കും ഉമ്മ. അല്ലമ്മ, ഈ സാരിയൊക്കെ എവിടെയായിരുന്നു അമ്മ? അയ്യോ, ഇത് 18 വർഷത്തിന് മുമ്പുള്ള സാരിയാണ്. ഇന്നലെ എടുത്ത സാരി പോലെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ വെക്കുക. ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ് ഇപ്പൊ. പുറത്ത് പക്ഷെ അമ്മക്കൊരു തെറ്റ് പറ്റി. കോട്ടനാണ്, പക്ഷെ ഈ വർക്കൊക്കെ ഇല്ല ഇതില്. അമ്മ പറഞ്ഞതിലൊരു തെറ്റ് പറ്റി. എന്താ അറിയോ, ഇപ്പത്തെ ഫാഷൻ എന്താ അറിയോ, ഔട്ട് ഓഫ് ഫാഷൻ എന്നുള്ളൊരു ഫാഷനെ ഇല്ലാത്തൊരു ഫാഷനാണ് ഇപ്പത്തെ ഫാഷൻ. ഇപ്പൊ എന്ത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല മിസ്റ്റേക്ക് പറ്റി. എന്താണോ ഔട്ട് ഓഫ് ഫാഷൻ അതാണ് ഇപ്പത്തെ ഫാഷൻ. അങ്ങനെ ആയിത്തീരി, മനസ്സിലായി? ഞാനത് കണ്ട ഓർമ്മയില്ല. എപ്പോഴെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ അതിനൊരു അവസരം കിട്ടിയല്ലോ അമ്മക്ക്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് വഴുതനങ്ങി കായും കൂടിയിട്ട് ഒരു റെസിപ്പിയാണ്. കാണിച്ചു തരാം കേട്ടോ. ഇത് രണ്ടും എങ്ങനെ കൂടിയത്? എനിക്ക് വേണ്ട. അല്ല, ഈ വഴുതനങ്ങയ്ക്ക് കായനൊക്കെ ഉണ്ടാവില്ല, കായക്ക് വഴുതനങ്ങനൊക്കെ ഉണ്ടാവില്ല. ഇത് രണ്ടുപേരും എങ്ങനെ കൂടി? അമ്മ ചേർത്തില്ല രണ്ടുപേര്. അപ്പൊ ഇതില് ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചതാണ്. ഒരുപാട് നേരം ഒന്നും വെക്കണ്ട, അപ്പൊ തന്നെ പുരട്ടി അപ്പൊ തന്നെ അത് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇതാ സബോള, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, തക്കാളി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരച്ചതാണ്. പിന്നെ കറിവേപ്പില, മല്ലിയില, പിന്നെ കുറച്ച് തൈര്, ഉപ്പ്, മഞ്ഞൾ. അപ്പൊ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പൊ ഇത് ഇത്തിരി എണ്ണ ഒഴിച്ചെടുക്കാം. നമ്മുടെ മീനൊക്കെ വറുക്കില്ലേ, അതുപോലെ മീൻ തവ ഫ്രൈ ഒക്കെ ചെയ്യില്ലേ, അതേപോലെ. പക്ഷെ നമ്മളല്ല ചെയ്യാറ്, അമ്മയാണ് ചെയ്യാറ്. ഞാൻ തന്നെ. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ അവരെയും കൂട്ടിയിട്ടാവും. അങ്ങനെ മനസ്സിലായി? അല്ലാണ്ട് നിന്റെ അല്ല കേട്ടോ. നീയാണ് എന്റെ കൂടെ ഇതൊക്കെ ചെയ്യാ. അല്ല, ആൾക്കാരെ കൂട്ടിയിട്ടാണോ അമ്മ മീനൊക്കെ വറുക്കാറ്? അല്ല, അവർക്ക് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ഞാൻ അവരെയും കൂട്ടിയിട്ട് നമ്മള് അങ്ങനെ മീൻ വറുക്കുമ്പോ ഉപ്പും മഞ്ഞളും മാത്രമാണ്. ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ടുള്ളവര് മുളകൊന്നും വേണ്ട. മുളകൊക്കെ നമ്മളത് വേറെ ഇടുകയുള്ളൂ. ഉപ്പും മഞ്ഞളും. ഇന്ന് അച്ഛൻ്റെ സംഗീത കച്ചേരി ഒന്നും ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ കാണുന്ന ആളെ. അല്ല, ഇന്ന് ചിലപ്പോ അമ്മ സ്വകാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ കേൾപ്പിച്ചാലൊന്നും പറയരുതെന്ന്. ഇന്ന് അച്ഛൻ വളരെ നിശബ്ദനായിട്ടുണ്ട്. രണ്ട് യുവമിഥുനങ്ങൾ ഞാൻ കാരണം കൊണ്ട് സൈലന്റായി പോയി. വല്ലാത്തൊരു ദ്രോഹമായി ഞാൻ ചെയ്തത്. പറയാണ്ടിരുന്നാൽ മതിയായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ നാണവും വന്നു, അച്ഛനാണെങ്കിൽ ദേഷ്യവും വന്നു. ഈ ചെക്കൻ ഞങ്ങളൊന്ന് സ്നേഹിക്കാൻ സമ്മതിക്കുന്നില്ലോ പറഞ്ഞിട്ട്. അല്ല, ഞാനിവിടുന്ന് പുറത്തു പോയ പിന്നെ സ്നേഹം തന്നെ ആയിരിക്കുമല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇന്നലെ വൈകുന്നേരത്തെ എവിടേക്കാ പോയത്? ഞാൻ അറിഞ്ഞില്ലെന്ന് വിചാരിച്ച്. നിങ്ങൾ ഈ സെന്ററിൽ കറങ്ങണ്ടായിരുന്നല്ലോ. അയ്യോ, അത് നടക്കാൻ പോയി. അച്ഛൻ നടക്കാൻ പോയപ്പോഴേ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ട വെച്ചിട്ട് ഞാനും പോട്ടെ വന്നിട്ട് വെറുതെ അവിടെ നിർത്തി. എന്നിട്ട് എന്തുകൊണ്ട് അമ്മ എന്നോട് പറഞ്ഞില്ല? ഞാനിത് അറിഞ്ഞല്ലോ. എന്താ ഇത്ര പറയുന്നത്? നടക്കാൻ പോയതൊക്കെ പറയണോ? എന്നിട്ട് ആ പാനിപ്പൂരി സ്റ്റാറിന്റെ അടുത്ത് പോയി നിന്നോ അമ്മ? ഇല്ല. ആ വശത്ത് നടന്നു പോയോ അമ്മ? ഇല്ല, ആ വശത്ത് പോയി അവിടെ നിന്നില്ല. അതെന്താ അവിടെ നിൽക്കാണ്ടിരുന്നു? അവിടെ പോയ അമ്മ അവിടെ നിൽക്കുമല്ലോ. അതെന്താ അമ്മ പാനിപ്പൂരി കഴിക്കാണ്ടിരുന്നു? സ്ഥലം ഇഷ്ടപ്പെട്ടില്ലേ? ഓ, അമ്മയ്ക്ക് അമ്പലനടയിനടുത്തൊരു പാനിപ്പൂരിക്കാരനില്ലേ, അവനെയാണ് താല്പര്യം. അതാണെങ്കിൽ നല്ല മരത്തിന്റെ ചോടും അവിടുത്തെ അന്തരീക്ഷമൊക്കെ നല്ലതല്ലേ. പക്ഷെ ടൗണിലൊക്കെ ഞാൻ പോയി കഴിക്കില്ല. എന്തിനൊക്കെ ഇതൊക്കെ ചോദിക്കുന്നത്? അല്ല, എന്നെ അറിയാണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടെന്ന് ഞാനിവിടെ തീയതി വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടേക്ക് പോണു, എവിടേക്ക് വരുന്നു. അച്ഛൻ അങ്ങനെ കൊണ്ടുവരരുത് അമ്മനെ നടക്കാതെ. അതെന്താണ് അങ്ങനെ കൊണ്ടുവരുന്നത്? അമ്മ ഈ സാരിയൊക്കെ കൊടുക്കുമ്പോൾ അച്ഛൻ അമ്മേനോട് പ്രത്യേക സ്നേഹം തുടങ്ങിയോ എന്ന് എനിക്കൊരു സംശയം. ഈ സാരിക്ക് ഒരു പ്രത്യേക പവറുണ്ട് അമ്മ. അല്ല, അത് കുറവല്ല, അത് ഇത്തിരി കൂടുതലാണ്. അതല്ല ഞാൻ പറയണത്, ഈ സാരിക്ക് പ്രത്യേക ഒരു പവറുണ്ട് കേട്ടോ. അച്ഛനൊരു ചെറുപ്പക്കാരനാക്കി മാറ്റി, അമ്മേനെ ഒരു ഉന്മേഷപരിധിയാക്കി മാറ്റി. അങ്ങനെ പല രീതിയിലുള്ള കഴിവ് സാരിക്കുണ്ടെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. പണ്ടും സാരിയോട് എനിക്ക് ബഹുമാനാണ്,
പക്ഷെ ഇത്രത്തോളം ഒരു പവർ സാധിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയില്ല. അപ്പം തന്നെ അമ്മേനെ വിളിച്ച് നടക്കാനൊക്കെ തുടങ്ങിയച്ഛൻ. എന്റെ ഭഗവാനെ, ഇവരെ കൊണ്ട് ഞാൻ തോറ്റു. ഇത് വേറെ എന്തൊരു കഷ്ടം. ഇത് വേറെ വല്ലയിടത്ത് ഇറങ്ങുമ്പോ മാത്രം സാരി കൊടുക്കുന്ന അമ്മേനെ എല്ലാറ്റും കണ്ടിട്ടുള്ളൂ. അപ്പൊ എവിടെ കർണാടകയിലായിരിക്കുമ്പോ സാരിയല്ലേ കൊടുക്കുക. അതെ, പിന്നെ കേരളത്തിലേക്ക് വന്നിട്ട് 3-4 വർഷം സാരിയല്ലേ കൊടുത്തു. അന്ന് നിങ്ങൾ സ്നേഹിച്ചതിന്റെ പരല്ല ഞാനും എന്റെ അനിയനും കർണാടകയില്. ഇവിടെ വന്നിട്ടോ? അല്ല, കർണാടകയിലുള്ളപ്പോ. അല്ല, അതിനുശേഷം നമ്മളിവിടെ വന്നില്ലേ? ആ, അപ്പൊ ഞാൻ സാരിയല്ലേ 3-4 വർഷം കൊടുത്തത്. അതെ, അപ്പൊ ഇല്ലാത്തപ്പം എന്നിട്ട് ചൂട് സഹിക്കാൻ പറ്റില്ലല്ലോ നൈറ്റിലേക്ക് മാറിയത്. അതൊക്കെ ശരിയാണ്. പക്ഷെ വർഷം കുറെ ആയല്ലോ. ദിവസം ഇങ്ങനെ സാരിയിലൊന്നും അമ്മേനെ കാണാറില്ലല്ലോ. 50-ലും മാസേ വരും. പക്ഷെ അതിന്റെ ബാക്കി ലൈൻ എന്താ? അതിൽ അന്തരംഗം കിടയാതെയാ എന്ന് വെച്ചാൽ അന്തരംഗം ഇല്ലായിരുന്നോ? അന്തരംഗം കിടയാതെയാണ്. ഈ ലവ് ഒരു ഡിവൈൻ ലവ് ആണെന്നാണ് പറയണത്. അല്ല, അത് വേണം. എന്താ അറിയോ, സ്നേഹത്തിന്റെ പരിമളം ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കാൻ പാടില്ല. അതൊരു പെർഫ്യൂം പോലെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കണം, സ്പ്രെഡായി കൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? അതെന്താ പറഞ്ഞാൽ കേൾക്കാത്ത പോലെയൊക്കെയാണല്ലോ കളിക്കുന്നത്. എന്നെ പോലെ വലത്തോട്ട് പാടാ പറഞ്ഞത് ഇടത്തോട്ട് പോവാ. വളരെ സൂക്ഷ്മമായിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. അതെന്തിനകത്ത് അധികടേണ്ട ആവശ്യം? അതിപ്പോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ സുഖമായിരുന്നല്ലോ മറിച്ചിടാനൊക്കെ. കുറച്ചിട്ടുണ്ടെങ്കിൽ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് പണി കൂടുതലാക്കുക. പക്ഷെ അത് മറിച്ചിടാനുള്ള സ്പേസും കൂടി അമ്മ അവിടെ വിട്ടിട്ടില്ല. അതാണ് അതിന്റെ ബുദ്ധിമുട്ട്. ആയല്ലോ. എന്തൊക്കെ പറഞ്ഞാലും 50-ലും മാസേ വരും. എന്തമ്മ നല്ലതല്ല അമ്മ പറയണത്. അമ്മ ഞാൻ അമ്മ മുട്ടക്കുട്ടിന്നോ? എന്തിനാ അങ്ങനെ പറയണത്? അയ്യേ, ഈ അമ്മക്ക് എന്താ പറയാനുള്ള എന്താ അമ്മ? അതുകൊണ്ട് ദേഷ്യം വരാണ്ട് ഞാൻ നിന്നെ പുല്ലരിക്കുകയാണ് കേട്ടാ. അതെന്താ? ചെറിയ കുട്ടീനെ പോലെ കാണുമല്ലോ മുട്ട അടിച്ചിട്ട്. മുട്ടയല്ല, മുടി കട്ടിങ് ആക്കിയപ്പോഴേ ഒരു ആ ചെറുപ്പത്തിലെ ഒരു മുട്ടയായിരിക്കും ആ കുട്ടി. ഞാൻ തലഭാരം കാരണം കൊണ്ട് ഒന്ന് ചെറുതാക്കിയതാണ്. മനസ്സിലായില്ലേ? ആയിക്കോട്ടെ. തലഭാരം എന്ന് പറഞ്ഞാൽ അമ്മ ഉദ്ദേശിക്കുന്ന അഹങ്കാരമല്ല കേട്ടോ. തലയിലൊരു ഭാരം, തലക്കനല്ല. ഇതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മറിച്ചിടാം. നമ്മുടെ ഈ ആൾക്കാർ ഇങ്ങനെ എല്ലാവരും പറയില്ലേ, അതൊന്നും ശരിയല്ല. ഈ ചട്ടക്കാണ് ചടാതെ മറിച്ചിടും. ഇത് നോൺ സ്റ്റിക്ക് ഒന്നും അല്ലല്ലോ, ദോശക്കല്ല് നോൺ സ്റ്റിക്ക് അല്ലല്ലോ. അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇതുകൊണ്ടാണ് കണ്ടോ പെട്ടെന്ന് മറിച്ചിടാം. അത്ര പണിയുള്ളൂ. അതാണ് അമ്മല്ലേ ഈ എനിക്കൊരു വയറില്ല. ഈ സർക്കസിൽ പണ്ട് കാലത്ത് നമ്മുടെ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോ സർക്കസ് വരുന്നുണ്ടോ? കേൾക്കണ്ടോ? ആ സർക്കസിൽ സിംഹത്തിനടുത്ത് പോയി നിൽക്കുന്ന കാലത്ത് ആയി. ഇതായി. ഇനി നമുക്ക് ഇത് വെന്തു. ഇത് ഏതാണ്ട് ഇത്രയാണ്. ഇതൊന്ന് ചൂടാവുമ്പോഴേക്കും വേവും. എന്താ പറയുക, കായും പിന്നെ ഇതല്ലേ. അത്ര മതി. അതിന് വേണ്ടിട്ട് എന്റെ അമ്മ ആ മരത്തിന്റെ തവയും പിടിച്ചിട്ട് അതുകൊണ്ട് ആവില്ലേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്. ഒന്നാമത് ഞാനത് ഓർത്തില്ല കേട്ടോ. എനിക്ക് നോൺ സ്റ്റിക്ക് തവയിൽ ഇത് ഉപയോഗിച്ചില്ലേ നമ്മള് ദോശയൊക്കെ എടുക്കാം. അതുപോലെ വിചാരിച്ച് ഞാൻ എടുത്തതാ. മുമ്പേ എന്താണെങ്കിൽ ഇപ്പൊ എനിക്ക് എപ്പോഴോ കഴിഞ്ഞു വരും. അതിനെനിക്ക് മറിച്ചിടാൻ പറ്റണേ ഇല്ല, വഴിയില്ല. അതാണ് ഞാൻ ഈ ചട്ട വെക്കുന്നത്. ഓക്കെ. അപ്പം ഇതിങ്ങനെ ആയി. ഇത് ഉപ്പ് മഞ്ഞളും പരത്തി ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ ചൂടായില്ലേ, ഇതിലേക്ക് കുറച്ച് എണ്ണ വെച്ചു. ഇത് അധികം എണ്ണയൊന്നും കേട്ടോ കേട്ടോ. അതങ്ങനെ തോന്നുകയാണ്, കൂടുതലില്ല. അപ്പോൾ ചൂടാവും. അപ്പൊ റെഡി വന്നോളൂ കേട്ടോ, ഇട്ടോളൂ കേട്ടോ. ഇനി ഇതാ സബോള ഇട്ടു. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്കൊരു കോല് വന്നു. അപ്പം അത് കട്ടായി. അതിലെടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. അത് കാരണം കട്ടായി.
അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം കൂടി പറയട്ടെ. അത് പറയണം, ദൈവം ഇത് പറയും. മാത്രം കാണിക്കാൻ നമുക്ക് സമയം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പെണ്ണുങ്ങളില്ലേ, നമ്മളല്ല നിങ്ങളുടെ പെണ്ണുങ്ങള് കാലുണ്ടായിരുന്നു. എങ്ങനെ അറിയോ, നമുക്ക് വീട്ടിലെ പെൺകുട്ടികള്, പൊതുവെ പെൺകുട്ടികൾ, ആൺകുട്ടികളുടെ കാര്യമല്ല കേട്ടോ, പെൺകുട്ടികളുടെ കാര്യമാണ്. പെൺകുട്ടികള് വീട്ടില് വളർത്തുമ്പോ തന്നെ വിചാരിക്കും എന്തറിയോ, അവര് മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടവരാണ്. മറ്റൊരു വീട്ടിലേക്ക് ഒരു 15 വയസ്സിൽ ആയാൽ മതി, അപ്പൊ പറയും എല്ലാവരും, ആ ഇവള് വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടതല്ലേ, ആ പണി പഠിക്കണം, അടുക്കള പണി പഠിക്കണം, മൂത്തവരെ കണ്ടാൽ ബഹുമാനിക്കണം, വീട്ടിൽ വേറൊരു വീട്ടിൽ പോയാൽ അതിന്റെ പെരുമാറ്റം അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, 100 കാര്യങ്ങൾ പറയും. അപ്പൊ വളർന്നു വരുമ്പോ തന്നെ ആ പെൺകുട്ടികളുടെ മനസ്സിൽ ദൈവമേ ഞങ്ങൾക്ക് ഇനി ആകെ കുറച്ച് ദിവസം അവിടെ ഉള്ളൂ ഒരു തോന്നൽ വരില്ല. ഒരു വിരുന്നുകാരെ പോലെ, തീർച്ചയായും സ്വന്തം അച്ഛനമ്മയ്ക്ക് തന്നെ വിരുന്നുകാരെ പോലെ, അച്ഛനമ്മേനെ വിരുന്നുകാരെ പോലെയാണ് അവര് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ്. അപ്പൊ അവരുടെ മനസ്സിൽ എന്തുമാത്രം വിഷമം ഉണ്ടാവും അല്ലേ. എന്റെയൊക്കെ കൂട്ടുകാരികളുണ്ട്, അവര് എന്റെ വീട്ടിൽ അങ്ങനെയല്ല. എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ പെൺകുട്ടികളുടെ ഇഷ്ടമൊക്കെ തന്നെ, നല്ല ഇഷ്ടമാണല്ലോ അച്ഛനൊക്കെ. അപ്പൊ അമ്മയെക്കാളും കൂടുതൽ അച്ഛൻ. അപ്പൊ അവര് അങ്ങനെയൊന്നുമല്ല. അപ്പൊ എന്റെ വീട്ടിൽ വരുന്ന എന്റെ കൂട്ടുകാരികളൊക്കെ പറയും, ഇത്തിരി കറിയൊക്കെ വെക്കാം, എന്റെ അടുത്ത് ഇതും പറയണ്ട. അപ്പൊ കൂട്ടുകാരികളൊക്കെ പറയും, നിന്റെ വീട് പോലെ ഒന്നും അല്ലാട്ടോ, നീ ഭാഗ്യം ചെയ്തവളാണ്, നിന്റെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ എത്ര നന്നായിട്ടാണ് സ്നേഹിക്കുന്നത്. എന്റെ വീട്ടിൽ അങ്ങനെയൊന്നുമല്ല, എന്റെ ആങ്ങളമാരുണ്ട്, അവർക്ക് വെണ്ണയും നെയ്യും ഇതൊക്കെ ഇട്ടിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു. ഞങ്ങൾക്ക് ആ രീതിയിലൊന്നും അല്ലാതെ പറയും. ഈ തക്കാളി അരച്ചത് എടുക്കും, തക്കാളി വെളുത്തുള്ളി ഒഴിച്ചു ഒരു അരച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ. ഒരു വ്യത്യാസമാണ്, ആണും പെണ്ണും എന്നുള്ള രീതിയിൽ ഭയങ്കര വ്യത്യാസമാണ്. ഇത് പറയാറില്ല എപ്പോഴും, നീ പാചകം ചെയ്തപ്പോ നിന്റെ വീട്ടിൽ നല്ല സുഖമാണ് പറയും. അതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയാലും അതേപോലെ പറയും. പക്ഷെ മിക്ക ആൾക്കാരും അങ്ങനെയല്ല തന്നെ. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയിൽ പോലും ഒരു വ്യത്യാസമുണ്ട്. അതാ ഈ മുളക് പൊടി ഇട്ടു, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി. ശരിയാണ്, നമ്മുടെ ഒരു കാലഘട്ടത്തൊക്കെ പെൺകുട്ടിയോട് ജനിച്ചാൽ നഷ്ടാന്ന് പറയും, ആൺകുട്ടിയോട് ജനിച്ചാൽ ലാഭമാണ് അങ്ങനെ പറയുന്ന ഒരു കാലം. അപ്പൊ അങ്ങനെ ആ പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ മനസ്സിൽ എന്തുമാത്രം വിഷമം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. അവര് ഏത് നേരം നീ കണ്ട വീട്ടിലേക്ക് കൊണ്ടതാണ്, നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതാണ്, എന്തിനാപ്പം ഇത്ര പഠിക്കുന്നത്, ഇനിയിപ്പോ ഒരു 10ാം ക്ലാസ് വരെ എത്തിയെന്ന് വിചാരിച്ചോ. അപ്പൊ പറയും ഇനി ഒരു കാരണവശാലും നിർത്താൻ പറ്റില്ല, ഇനി കല്യാണം നോക്കണം എന്ന് പറയും. അങ്ങനെ അവർക്ക് യാതൊന്നിനും ചെറുപ്പം ഒരു 10-14 വയസ്സായാൽ തന്നെ അവരുടെ എല്ലാ സ്വാതന്ത്ര്യം പോവുകയാണ്. അവർക്ക് തന്നെ തോന്നിപ്പോകും ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള അർജില്ല. എന്താ പറയുക, എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ പെൺകുട്ടിയാണ്, നീ അങ്ങനെയൊന്നും പോകരുത്. പെൺകുട്ടികൾക്ക് എന്താ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോവുക, പിന്നെ കൂട്ടുകാരികളുടെ കൂടെ പോവാം, അതൊന്നും ശരിയാവില്ല. പെൺകുട്ടികൾ അങ്ങനെയൊന്നും പോകരുത്. അങ്ങനെയുള്ള ഒരു ഇതിലാണ് അവര്. അപ്പൊ ഈ പെൺകുട്ടികളുടെ മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാവും. ആലോചിച്ച് നോക്കുന്നു. എല്ലാ വീട്ടിലും അങ്ങനെ ഇല്ലെങ്കിലും കൂടി ഏതാണ്ട് വീടുകളിലൊക്കെ ഏതാണ്ട് അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഉപ്പും ഇതൊക്കെ ആയിട്ടോ ഒക്കെ ഇട്ടു. ഇനി ഇതൊന്ന് തണുക്കട്ടെ. സ്വന്തം വീട്ടിൽ വിരുന്നുകാരായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടത്തെ പെൺകുട്ടികൾ, അതെ, സ്വന്തം വീട്ടിൽ തന്നെ ഒരു വിരുന്നുകാരെ പോലെ അച്ഛനും അമ്മ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുമല്ലോ. ഇനിയിപ്പോ എന്താ ഒരു 5-6 വർഷം കഴിഞ്ഞാൽ വല്ല വീട്ടിൽ പോയി ജീവിക്കേണ്ട പെണ്ണാണ് പറയുമ്പോൾ നീ ജീവിക്കുന്നത് വല്ല വീട്ടിലാണെന്ന് നേരത്തെ കൂട്ടി മുദ്ര കുത്തി വെച്ച് കഴിഞ്ഞു അവിടെ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവുന്ന സഹോദരന്മാർക്ക് ഒരു തോന്നലുണ്ട്, ഇവിടെ എന്തൊക്കെയാണെങ്കിലും വേറെ വീട്ടിന്റെ വിളക്ക് കൊടുത്താൻ പോണൊരു പെണ്ണാണ്. അങ്ങനെ ചെറിയൊരു അകൽച്ച, അവൻ്റെ ഉള്ളിൽ 2 ഡിഫറൻസ് വരും. എന്താ പറയുക, നമ്മുടെ ഏട്ടനനിയന്മാര് വീടിന് സ്വന്തം, ഈ ചേച്ചിയാവട്ടെ അനിയത്തിയാവട്ടെ ഇവരൊക്കെ നമുക്ക് സ്വന്തമല്ല, വല്ല വീട്ടിൽ പോയിട്ട് ആ വീട് നന്നാക്കാൻ ജനിച്ചവരാണെന്നുള്ള തോന്നൽ അവരുടെ ഉള്ളിൽ കയറി കഴിയും. അപ്പൊ അവിടെ ഒരു ഡിഫറൻസ് വരും. അതും കൂടി അവർ ഓർക്കണം, ഈ അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഈ വീട്ടിലും അവർക്കൊരു എന്താ പറയാ, ഒരു നല്ലൊരു ജീവിതം അവർക്ക് കിട്ടില്ല. കാരണം എന്താ പറയാ, അവിടെ ആൺകുട്ടികൾക്ക് ഒരു മേൽക്കോയ്മ കാണിക്കും, പെൺകുട്ടികൾക്കാണെങ്കിൽ അതില്ല. അപ്പൊ അവർക്ക് ഇവിടെ ആ ചെറിയ കുട്ടികളാവുമ്പോഴുള്ളൊരു സുഖം ഉണ്ടാവും. അത് കഴിഞ്ഞ ഒരു 10-13 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്നും ഈ വർത്താനം കേൾക്കല്ലേ, മുത്തശ്ശിമാരുണ്ടെങ്കിലും അമ്മായിമാര് എല്ലാവരും പറയും, ആ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട കുട്ടികളെ കുറേശ്ശെ ജോലിയൊക്കെ ചെയ്ത് പഠിക്കും. അങ്ങനെ 100 കാര്യങ്ങളായിട്ട് അവരുടെ മനസ്സിൽ എന്നും ഈ നിരാശാഭാവം ഉണ്ടാവും. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പോയാലോ,
അവിടെ പോയ വ്യത്യസ്തമായ വേറൊരു കുടുംബത്തിൽ പോകണം. അവിടുത്തെ ചുറ്റുവട്ടങ്ങൾ നോക്കി അവിടുത്തെ ആൾക്കാരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നോക്കി അതുപോലെ ജീവിക്കണം. അങ്ങനെയാണ് അവർക്ക് എന്ത് ചെയ്താലും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും അല്ലെ. അങ്ങനെയുള്ള ജീവിതം അവരുടെ ആഗ്രഹങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും സബലീകരിക്കാൻ പറ്റാതെയാണ് അവർ ജീവിതം. അന്നക്കാലട്ടോ, ഈ കാലല്ല. അങ്ങനെ ആയിരിക്കും അവരുടെ മനസ്സിൽ എന്തുമാത്രം ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ, സ്വപ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഈ കാലത്തുള്ള പെൺകുട്ടികളുടെ പോലെ തന്നെ സ്വപ്നങ്ങളല്ലേ അന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പോ അതുണ്ടാവും. പക്ഷെ എന്റെ വീട്ടിൽ ഇതൊന്നും ഇല്ലെങ്കിലും കൂടി കല്യാണം കാര്യം വരുമ്പോ 16 വയസ്സ് കെട്ടിച്ചില്ലേ എന്തൊക്കെയാണ് ഉദ്ദേശം എന്താ പറഞ്ഞാൽ മറ്റുള്ള സ്നേഹത്തിനും അതിനൊന്നും ഒരു ഭാരത്തെ ഒഴിവാക്കുക, നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്തം നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി കഴിയാന്നുള്ളത് ഒരു തോന്നലാണ് അവർക്ക്. അങ്ങനെ അങ്ങനെ ജീവിതം അങ്ങനെ പോകും. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ല, ഇന്ന് വ്യത്യസ്തമായ. പക്ഷെ ഒന്നുണ്ട്, അങ്ങനെയൊക്കെ ജീവിച്ച ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഈ ഒരു വീട്ടമ്മ ഒരു വീട്ടിലേക്ക് വന്ന് ഒരു ഭർത്താവ് നമ്മൾ ദിവസം ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിന് കുറ്റം പറയുക, അല്ലെങ്കിൽ ആ വീട്ടുകാർ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ എന്തിലും ഏതിലും കുറ്റം കണ്ടുപിടിക്കുക. എന്ത് ചെയ്താലും കുറ്റം, ഏത് ചെയ്താലും കുറ്റം. ഒന്ന് ഒരുങ്ങി നടന്നാൽ പറയും, എന്തിനപ്പോൾ ഒരുങ്ങി നടക്കാനുള്ള വല്ല ഓഫീസ് ജോലിക്ക് പോകാണ്ടോ എന്ന് പറയും. ഞാൻ പറയാട്ടോ, അമ്മ ബാക്കി പറയണ്ട, കാരണം എന്താ എനിക്ക് അറിയോ, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്ക്. അപ്പോൾ വല്ല ഓഫീസ് ജോലിക്ക് നിനക്ക് പോകാണ്ടോ, അപ്പോൾ എന്താ ഒരു ഒരുക്കം അങ്ങോട്ട് കണ്ടാൽ തോന്നുന്നൊക്കെ പറയണം. പലരും ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്ന് ദേഷ്യപ്പെടാം, അവരെ ഒന്ന് ചീത്ത പറയാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവർ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ. ചിലപ്പോൾ അവർ നമുക്ക് ചീത്ത പറയാൻ പറ്റില്ല, ചിലപ്പോൾ അമ്മായച്ചനായിരിക്കും, അമ്മായിയമ്മയായിരിക്കും. അവർ തമാശ പറയുമ്പോൾ നല്ലൊരു കുത്തിട്ട് തരുമ്പോൾ അവർക്ക് തിരിച്ചൊന്നും പറയാൻ നമുക്ക് സാധിക്കില്ല, കാരണം അവരങ്ങനത്തെ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പോഴും രണ്ടാമത് വീണ്ടും ഒരു പെൺകുട്ടി ഒരു സ്ത്രീ ആയതിനു ശേഷം വീണ്ടും അവിടെ തോറ്റുപോയി, വീണ്ടും തോറ്റുപോയി. ആ കാലഘട്ടമായിരുന്നു, അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ സത്യത്തിൽ പറയട്ടെ, ഈ പെണ്ണുങ്ങളൊക്കെ എന്താ വിചാരിക്കേണ്ടതെന്ന് മനസ്സിൽ ഞാൻ പറയട്ടെ, സത്യമാണോ നമ്മ പറയണം കേട്ടോ. ഒരു ചോദ്യം, അപ്പൊ ഈ സ്ത്രീകളൊക്കെ മനസ്സിൽ എന്താ വിചാരിക്കേണ്ടതെന്ന് അറിയോ? ഇപ്പൊ നോട്ടില്ലേ, നോട്ട് ശബ്ദം ഉണ്ടാക്കുവോ? ഇല്ല, ചില്ലറല്ലേ ശബ്ദം ഉണ്ടാക്കുള്ളൂ. അപ്പൊ മനസ്സിൽ ഞാൻ എന്റെ അല്ല അപ്പൊ ഏതിനാണ് വിലയുള്ളത്? നോട്ടിനാണോ നാണയത്തിനാണോ? നോട്ടിന് തന്നെയാണല്ലോ. അപ്പൊ മനസ്സിലെന്ത് വിചാരിക്കില്ലേ, എന്റെ വില എനിക്കറിയാം, നിങ്ങൾ ഈ പറയണൊക്കെ ചില്ലറകളാണ്. നമ്മൾ പറയില്ലേ, ചില്ലറ പയ്യെന്നൊക്കെ പറയില്ലേ. അപ്പൊ നിങ്ങളൊക്കെ ഒരു ചില്ലറകളാണ്, ഞാൻ ആരാന്ന് എനിക്കറിയാന്ന് പറഞ്ഞൊരു ഉള്ളിലൊരു ആത്മവിശ്വാസം അവർക്കുണ്ടാവും. കാരണം ഒരു ദിവസം നിങ്ങളില്ലെങ്കിൽ ആ വീടില്ല. നിങ്ങളൊന്ന് ഒരു ദിവസം നിങ്ങൾ ലീവ് എടുത്താ ആ വീട് പിന്നെ ഇല്ല. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ലീവ് എടുത്തു കഴിഞ്ഞാൽ പണിയെടുക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോവുക. പക്ഷെ ഇവിടെ ഒരു ഗതി ഉണ്ടാവില്ല, ഹോട്ടലിൽ പോയിട്ട് കഴിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ എന്തെന്നെ ചെയ്താലും അന്നത്തെ കാലത്തെ പെൺകുട്ടിയുടെ അച്ഛനമ്മയും വിചാരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ സുഖമായിട്ട് അവിടെ ജീവിക്കുന്നു. ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ, ആ ഒത്തൊരുമ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം ഇല്ല. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ വിരുന്നുകാരായി മാറുമ്പോൾ ഇനിയൊരു സ്ഥലത്ത് നമ്മൾ അംഗീകരിക്കപ്പെട്ട മാത്രം ഒരു നല്ല ജീവിതം എന്നുള്ള ചിന്തയിലാണ് ഒരു സ്ത്രീ ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഒരു പെണ്ണൊരു 19-20 വയസ്സ് വരെ ജീവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 25 ആയി കഴിഞ്ഞാൽ പറയും എന്തൊരു കഷ്ടകാരാണ്, ആരും കെട്ടിക്കൊണ്ടുപോകില്ല ഈ പെണ്ണിനെ എന്ന് പറയും. ആ കാലഘട്ടത്തിൽ എവിടെ എത്തി നിൽക്കണു? ആണുങ്ങൾ തേരാപ്പേര തന്നെ പെണ്ണ് കിട്ടാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്നുണ്ട്. അപ്പൊ കാലം നൽകിയ മറുപടിയാണ്, എന്ന് വെച്ചാൽ കാലം സ്ത്രീന് നൽകിയ നല്ലൊരു മറുപടിയാണ്. ഇപ്പൊ ആണുങ്ങൾ എത്രയൊക്കെ കഴിവുണ്ടെങ്കിലും എത്രയൊക്കെ സാമ്പത്തികമായിട്ടുണ്ടെങ്കിലോ 5 വർഷം 6 വർഷം പെണ്ണുമൊക്കെ ഒരു പെണ്ണ് കിട്ടിയെന്നുള്ള അവസ്ഥയിൽ ഇന്നെത്തി. ഇതാണോ അമ്മ പറയാൻ ഉദ്ദേശിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞോ, എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നൊന്ന് ചോദിക്കാമോ? ഏതു നേരം അമ്മയുടെ ഒപ്പം നടക്കുന്ന കാര്യമുണ്ട്. അമ്മയുടെ മനസ്സെന്താന്ന് എനിക്കറിയാലോ. അമ്മ ഏകദേശം എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ. അതാണ് പണ്ട് ഹിന്ദിയിലൊരു ചൊല്ലുള്ളത്, സമസ്ദാർക്കോ ഇഷാറ കാഫിയേ. മനസ്സിലായില്ലേ? ഇതത് ആൾറെഡി നമ്മൾ വറുത്തപ്പോ തന്നെ അത് വെന്തതാണ്. അപ്പൊ അതിന്റെ മേലെ കുറച്ച് അധികം പുളിയില്ലാത്ത തൈര് കേട്ടാ, അധികം പുളിയൊന്നും പാടില്ല, അങ്ങനത്തെ തൈര് കുറച്ച് ഇട്ടുകൊടുക്കും. അപ്പൊ ഇതാണ് ഒരു കാലഘട്ടത്തെ പെൺകുട്ടികൾ സഹിച്ച മുഴുവൻ കഷ്ടകാലങ്ങളും. എപ്പോഴെങ്കിലും ഒരു മുറിവിരുന്ന അന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ ഒന്ന് കണ്ണീരിട്ടുണ്ടാവും. എന്താ അറിയോ? ആ കണ്ണീരുകൾ ഒഴുകി ഒരു പുഴയായി ഒരു കടലായി മാറിയിട്ടായിരിക്കും ഇന്ന് ഇത്രയും പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഡിമാൻഡും കൂടാൻ കാരണം. അവരൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും, എന്റെ വീട്ടിലെന്താ എപ്പോഴും അങ്ങനെ പറയണത്, ഇനിയൊരു 2 വർഷം കഴിഞ്ഞാൽ ഇനി ഒരു 2 വർഷം കഴിഞ്ഞാൽ ഇവിടെ കെട്ടിച്ചയക്കണം എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു പേടി, എവിടേക്കാണ് അവൻ എന്നെ അയക്കാൻ പോണത്? അപ്പൊ ഈ വീട് എൻ്റെ അല്ലേ? അത് അതുപോലെ തന്നെ ചില അമ്മമാർ പറഞ്ഞു തരും, നീ ഈ വീട്ടിൽ ജീവിക്കേണ്ട പെൺകുട്ടി അല്ലാട്ടോ,
നീ അന്യ വീട്ടിൽ പോയിട്ട് ജീവിക്കേണ്ട പെൺകുട്ടിയാണ്. മര്യാദയ്ക്ക് അടങ്ങി ഒടങ്ങി നടന്നോന്നൊക്കെ പറയും. സ്വന്തം വീട്ടിൽ ഒന്ന് ഒച്ചത്തിൽ ഉറക്കൊന്ന് നടക്കാനോ പാട്ട് പാടാനോ സംസാരിക്കാനോ അധികാരം ഉണ്ടാവില്ല. ഈ സ്വഭാവം കൊണ്ട് പോയാൽ 4 ദിവസം കൊണ്ട് നീ തിരിച്ച് വീട്ടിലേക്ക് വരും വന്നിട്ട് പേടിപ്പിക്കും. ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാതെ ചോദിക്കും. ഞാനൊരു കൂട്ടുകുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ഇതൊക്കെ എത്ര പ്രാവശ്യം ഞാൻ കേട്ടിരിക്കണം. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ഒരു പെണ്ണിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് നല്ലൊരു ഭർത്താവ് തന്നെ മനസ്സിലാക്കാൻ, നല്ലൊരു എന്താ പറയുക, നല്ല എല്ലാം കൊണ്ടും ഒരേ മനം പോലെയുള്ള നല്ലൊരു ഭർത്താവിനെ കിട്ടുമ്പോൾ ഒരു പെണ്ണ് ആദ്യമായിട്ട് ഭാഗ്യം ചെയ്യുന്നു. രണ്ടാമത് നന്ദിയുള്ള മക്കളുണ്ടാവുമ്പോൾ. അതെന്തുകൊണ്ടാണ് പറയണമെന്ന് പറയുമ്പോൾ, അമ്മ വയസ്സായി വരുമ്പോൾ അമ്മയുടെ പഴയ കാര്യം, ആദ്യം ഒരു പെൺകുട്ടി, പിന്നെ ഒരു സ്ത്രീ ഭാര്യ, അത് കഴിഞ്ഞാൽ ഒരു അമ്മയല്ലേ. അപ്പോൾ അമ്മ വയസ്സായിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ സ്നേഹിച്ച ചെറിയ ചെറിയ രംഗങ്ങൾ അമ്മേനോട് പറയുമ്പോൾ, അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി തന്ന ടിഫിൻ കാരിയർ അമ്മേനെ ഓർമ്മിപ്പിക്കുമ്പോൾ, ചില പിറന്നാളുകളിൽ ഇഷ്ടപ്പെട്ടൊരു സാധനം നമുക്ക് സമ്മാനമായി തന്ന കാര്യങ്ങൾ, അതെങ്ങനെ ഈ വീട്ടമ്മമാരെങ്ങനെ സമ്മാനമായിട്ട് തരിക? ഭർത്താവ് തന്ന കാശ് നിന്ന് ചുരുക്കി ഏതെങ്കിലും മസാല ഡബ്ബയിലൂടെ എടുത്തു വെച്ച കാശൊക്കെ ഒരുമിച്ച് കൂട്ടിവെച്ച് ആ മകനോ മകൾക്കോ ഒരു സമ്മാനം മേടിച്ചു കൊടുത്തന്നെ ഓർത്ത് മക്കള് ആ വയസ്സായ കാലത്ത് അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്ന ഓർമ്മയുണ്ടോ എന്ന് പറയുമ്പോൾ, കല്യാണം കഴിഞ്ഞ മക്കളൊക്കെ ആയാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം വന്നിട്ട് ഇനി ഭാര്യ ഇത്തിരി പണിങ്ങാനും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു ഉരുള വായ തരുമെന്ന് പറഞ്ഞിട്ട്, ചോറ് തരുമെന്ന് പറഞ്ഞിട്ട് ഒരു ഉരുള ചോറും തിന്ന് നമ്മുടെ മടിയിൽ ഒരു 5 മിനിറ്റ് കിടക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു സ്നേഹം, വാത്സല്യത്തോടു കൂടി ഒരു മകൻ കാണിക്കുമ്പോഴാണ് ആ സ്ത്രീയുടെ ജീവിതം പരിപൂർണമാവുന്നത്. അന്നാണ് അമ്മയായി അവൾക്കൊരു മെഡൽ കിട്ടുന്നത്. അന്നാണ് വീട്ടമ്മയായി ഞാൻ ജീവിച്ചതിന് എനിക്കൊരു പുരസ്കാരം കിട്ടിയെന്നൊരു തോന്നൽ വരുന്നത്. അന്നാണ് ഒരു പെൺകുട്ടിയായി ജനിച്ചതിന് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി എന്നൊരു തോന്നൽ അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നത് ആ കാലഘട്ടത്തെ സ്ത്രീകൾക്ക് അല്ലേ? എന്താ അറിയോ, ഇപ്പൊ നോക്ക്, നമ്മള് ഒരു കുടുംബത്തിന് നമ്മള് ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ന് പെൺകുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം. പക്ഷെ അതേപോലെ അന്നത്തെ കാലത്ത് വീട്ടിൽ 1 മിനിറ്റ് ഒഴിവില്ലാണ്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ടാവും. അവർക്കൊരു നല്ല വാക്ക്, ഒരു ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരു നല്ല വാക്ക്, വീട്ടിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരു നല്ല വാക്കൊക്കെ കിട്ടുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം. അന്ന് അവർക്ക് കിട്ടിയിരുന്നില്ല അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ വീട്ടിലെ സ്ത്രീകളെ ബഹുമാനിക്കണം. ഭർത്താവാണെങ്കിലും ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് അവർ കൊടുത്തിരിക്കണം അല്ലേ? അതുപോലെ മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ അവർ പണ്ട് നീ പറഞ്ഞ പോലെ സത്യമാണ്. എന്താ പറയുക, പണ്ട് എനിക്ക് അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറഞ്ഞാൽ, പണ്ട് നിങ്ങളിടയ്ക്ക് പറയില്ലേ, അമ്മ ആ ടിഫിൻ തന്നിരുന്നു സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ അതെ എന്നൊക്കെ പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല സന്തോഷമായിരിക്കും. എന്താ പറയുക, എൻ്റെ മക്കൾ ഇതൊക്കെ എപ്പോഴും ഓർത്ത് വെക്കുന്നുണ്ടല്ലോ. അങ്ങനെ അതേപോലെ സ്വന്തം ഭാര്യയുടെ അടുത്ത് വാ ഇവിടെ നിൽക്കട്ടോ, ചിലപ്പോൾ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല ആരെങ്കിലും ഉരുളായിരുന്നൊക്കെ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ, മക്കളെ പോലെ അമ്മേനെ പോലെ കരുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഉരുള മേടിച്ച് കഴിച്ചിട്ട് ആ ഭാര്യയ്ക്ക് പോലും സന്തോഷമാവും. ആ സന്തോഷമാവണ പെൺകുട്ടി വിചാരിക്കുക എൻ്റെ ഭർത്താവ് എത്ര നല്ല സ്വഭാവമുള്ളവനാണ്, ഇന്ന് സ്വന്തം അമ്മേനെ എങ്ങനെ സ്നേഹിക്കേണ്ട ആ വാത്സല്യം ഉണ്ടല്ലോ, എനിക്കും അതിൻ്റെ ഒരു അംശം കിട്ടുമല്ലോ. അമ്മേനെ സ്നേഹിക്കുന്ന മക്കളെ ഭാര്യനെ സ്നേഹിക്കുള്ള ഒരു സംശയമില്ല. അപ്പോൾ കാലം സ്ത്രീന് നൽകിയ മറുപടിയാണ് ഇന്ന് തേരാപ്പേരാ തെണ്ട് കിടന്നാൽ ഒരു പെണ്ണ് കിട്ടാനില്ല എന്നുള്ളതല്ലേ. ഇതായിരുന്നു എൻ്റെ അമ്മ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ചിന്തയും കൊണ്ട് തന്നെ ഞാൻ മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും ഞാൻ ഒരു മകൻ മാത്രമല്ല, നമ്മുടെ ഒരു നല്ല ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. അമ്മ അത് അംഗീകരിച്ചില്ലെങ്കിലും ചെറുതായിട്ട് അംഗീകരിച്ചു. വെരി ഗുഡ്, താങ്ക് യു. കണ്ടില്ലേ, ഇതാണ് ഇന്നത്തെ. ഇതിങ്ങനെ ഇളക്കൊന്നും വേണ്ട, നമ്മളിത് സർവ് ചെയ്യില്ലേ, ഇപ്പൊ എടുത്തിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് സൈഡായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ 2 ദിവസം ഫിഷും ചിക്കനൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇതിപ്പോ ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ കഴിക്കാം. അതപ്പോ സൈഡ് ഡിഷ് എന്തെങ്കിലും നമുക്ക് വേണമെന്ന് തോന്നില്ലേ, നമ്മളിപ്പോ തോരനൊക്കെ എന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇതിങ്ങനെ ഇളക്കരുത്. തൈര് മുകളിൽ ഇങ്ങനെ തന്നെ കിടക്കണം. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം നമ്മൾ അടച്ചു വെക്കില്ലേ, അപ്പോൾ ഇതിൻ്റെ എല്ലാം അങ്ങനെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ വരെ അതൊക്കെ ഇറങ്ങും തന്നെ. എന്നിട്ട് നമ്മുടെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കാണ്ട് ഇത് ഓരോരുത്തർക്ക് എത്ര വേണം അത്ര എടുത്ത് കൊടുത്ത് ഇത് സൈഡ് ഡിഷായിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല മണമൊക്കെ. അത് ഉരുളങ്കിഴങ്ങ് കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം. വഴുതനങ്ങ, കായ, ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ഇല്ലേ, അതുകൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു കാലഘട്ടത്ത് ആർഭാടങ്ങൾക്ക് പോലും സമയമില്ലാതെ ഏതു നേരം വീടും മക്കളും ഭർത്താവും അമ്മായിച്ചനും അമ്മായിയും കൂട്ടുകുടുംബവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുടുംബഭാരങ്ങൾ മാത്രം കൊണ്ടു നടത്ത ആ പഴയ കാലഘട്ടം എൻ്റെ അമ്മയുടെ പ്രായം ഉള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണം. കാരണം അവരെ ഓർക്കാൻ ചിലരൊക്കെ വേണമല്ലോ. ഇങ്ങനെയും ചിലരുണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെയും ചിലരുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്നുള്ള സത്യം ആരും മറക്കാതിരിക്കുക. അവരെ ഓർക്കാൻ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഈ വീഡിയോ അതന്നെ. അപ്പൊ അവർക്കൊക്കെ വീട്ടിലുള്ള മക്കളും ഭർത്താവൊക്കെ ചിലപ്പോ അങ്ങനെയൊക്കെ പറയാൻ മറന്നിട്ടുള്ളവരില്ലേ, അവർക്ക് ഹൃദയം കൊണ്ടൊരു സല്യൂട്ട് അടിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ.
അപ്പൊ ഇന്നത്തെ ചിക്കൻ ഉണ്ട്, മീൻ ഇരിക്കുന്നുണ്ട്. ഇത് പിന്നെ വെറുതെ എനിക്ക് കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിന്റെ ഇടയ്ക്ക് അമ്മയ്ക്കൊരു പരാതിയുണ്ട്. ഞാൻ വേറെ എന്തോ പറയാൻ ഉദ്ദേശിച്ചാണ്, പക്ഷെ ഇവൻ എന്നെ പറഞ്ഞിട്ട് ഈ വീഡിയോ അങ്ങോട്ട് വൈകിട്ട് ഇനി നാളെ വിടുന്ന പരിപാടി ഇല്ല. അല്ലാതെ ഇതൊക്കെ തന്നെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉള്ളൂ. അത് നീ പറഞ്ഞു. പക്ഷെ മോശമാവാത്തത് കൊണ്ടാണ് അമ്മ ചിരിച്ചത്, അല്ലെങ്കിൽ ആ ചട്ടക കാര്യമായിട്ട് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ ചട്ടകളോട് ഒന്നും വന്നില്ല. ഇപ്പൊ എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയില്ല കേട്ടോ. അപ്പൊ നിനക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ സ്ത്രീകളെ കുറിച്ച്, ഇത്രയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ല കാര്യമല്ലേ. അപ്പൊ എന്റെ മകനായതുകൊണ്ട് എനിക്ക് സന്തോഷം. അത് ഒരു കാര്യം ഉണ്ടമ്മ, എന്താ പറയാ, സത്യസന്ധമായി സംസാരിക്കുന്നവൻ നാടകം കളിക്കാൻ അറിയില്ല, നാടകം കളിക്കുന്നവന് സത്യസന്ധമായി സംസാരിക്കാൻ അറിയില്ല. ഇത് ലോകം എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ, നമ്മൾ ഈ ജീവിതത്തിൽ ശരിക്കും ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്നവനെ കള്ളന്ന് വിളിക്കും, കള്ളത്തരത്തിൽ ജീവിക്കുന്നവനെ നല്ല ആത്മാർത്ഥത വിളിക്കുന്ന ലോകമാണത്. അപ്പോൾ ഈ ലോകം ഒരു മായാജാലമാണ്. ആ മായാജാലത്തെ മറക്കാൻ പറ്റാത്ത നല്ല കഥാപാത്രങ്ങളായി ആ കാലഘട്ടത്തിൽ ജീവിച്ചവരും ഈ കാലഘട്ടത്തിൽ കുറച്ച് പേര് അങ്ങനെ ജീവിക്കേണ്ടവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അതെ, കാലം എങ്ങനെ വേണമെങ്കിലും മാറിക്കോട്ടെ, ജനങ്ങൾ എങ്ങനെ വേണമെങ്കിലും മാറിക്കോട്ടെ, നമ്മൾ മാറാണ്ടിരുന്നാൽ മതി. അങ്ങനെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ലോകം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ബൈ.